ഇപ്പോൾ വീട്ടുകാരും അതേപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളും പറയുന്നതനുസരിച്ചാണെങ്കിൽ പെൺകുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയായ ഒരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പം കുറച്ചു നാൾക്ക് മുമ്പ് ഇത് അവസാനിച്ചിരുന്നു. ഇത് അവസാനിച്ചതിനെതിരെ ഈ പെൺകുട്ടി നിന്റെയൊക്കെ കുടുംബത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളുടെ അടുത്തേക്ക് ഈ ഒരു വിഷയം വന്ന് കയറുന്നിടം വരെ നീയൊക്കെ ഈ കമന്റ് എടുത്തുള്ളൂ. നിങ്ങൾക്കെല്ലാം തള്ളയില്ലയോ? നിനക്കൊക്കെ പെങ്ങന്മാരില്ലയോ? നിനക്കൊക്കെ മക്കളില്ലയോ? ഈ ഒരു ബോധം വേണം. നിന്റെയൊക്കെ വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് നിന്റെയൊക്കെ മക്കളുടെ അടുത്തോട്ട് വരുമ്പോൾ, നിന്റെയൊക്കെ സഹോദരിമാരുടെ അടുത്തോട്ട് വരുമ്പോൾ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പ്രണയിച്ചിട്ടില്ലാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും. അത് എല്ലാം ഒന്നും സക്സസ് ആവണമെന്നുമില്ല. ആ ജീവിതത്തിൽ ആ ഒരു പ്രണയം തന്നെ മുന്നോട്ട് പോകണമെന്നുമില്ല. ഒരു 99% ആളുകൾക്ക് ആ പ്രണയം മുന്നിലേക്ക് പോകത്തില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും. ആദിത്യ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഇൻഫ്ലുവൻസറാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള പെൺകുട്ടിയാണ്. അതിന്റെ ജീവൻ ഇല്ലാതാക്കി. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ്. വീട്ടുകാർ പൊന്നോമനയായിട്ട് വളർത്തിക്കൊണ്ടുവന്ന ആ മോള് ഇന്ന് ഈ ലോകത്തോടില്ല. കഴുത്തിൽ കുരുക്കിട്ട നിലയിൽ തിങ്കളാഴ്ച ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമാണ് അതിൻ്റെ ജീവൻ ഈ ലോകത്തുനിന്ന് വിട്ടുപോകുന്നത്. നമുക്കെല്ലാവർക്കും ഇതിൽ നിന്നൊരു മെസ്സേജ് ഉണ്ട്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും പലർക്കും പെൺമക്കളുള്ളതാണ്, സഹോദരിമാരുള്ളതാണ്. കാണുന്ന പല പെൺകുട്ടികളും ഈ വീഡിയോ കാണേണ്ടതാണ്. മസ്റ്റായിട്ടും ഈ വീഡിയോ കാണുകയും മാക്സിമം ഷെയർ ചെയ്യുകയും വേണം. കാര്യം, എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ, ഞാൻ ഈ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. അതിൽ തുടക്കം ഇങ്ങനെയാണ്: ചേട്ടാ, എനിക്ക് 2 വർഷം റിലേഷൻഷിപ്പ് ഉണ്ട്. ചേട്ടാ, എനിക്ക് 5 വർഷം റിലേഷൻഷിപ്പ് ഉണ്ട്. ചേട്ടാ, എനിക്ക് 2-3 വർഷം റിലേഷൻഷിപ്പ് ഉണ്ട്. ചേട്ടാ, എൻ്റെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയാണ്, ബ്രേക്കായി. അവൻ എന്നെ ഇങ്ങനെ, കൂടുതലും പെൺകുട്ടികളാട്ടോ മെസ്സേജ് ചെയ്യുന്നത്, അവൻ എന്നെ ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു, ഇല്ലെങ്കിൽ എനിക്ക് അവനുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൻ എന്നോട് ഒത്തുപോകാൻ പറ്റുന്നില്ല. ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ പറയുന്ന പെൺകുട്ടികളിൽ പലർക്കും 20, 18, 19 ഒക്കെ വയസ്സ് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ ഇവരോടെല്ലാം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ 18 വയസ്സ്, നിങ്ങളുടെ ഈ 19 വയസ്സ്, നിങ്ങളുടെ 20 വയസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയാണ്? ആലോചിച്ച് നോക്കണം. പ്രണയം എല്ലാവരും ജീവിതത്തിൽ ഒരു സമയത്ത്, എനിക്ക് തോന്നുന്നു, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവർക്കും ഈ പറയുന്ന പ്രണയം ഉണ്ടാവുന്നുണ്ട്. ഈ പ്രണയം നമ്മൾ ഏത് രീതിയിലാണ് എടുക്കുന്നത്? നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക്, നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിൽ നിന്നും നമ്മൾക്ക് അകൽച്ച വരുന്ന രീതിയിലേക്ക് ഈ പ്രണയം പോയി കഴിയുമ്പോൾ നമ്മൾ ഏത് രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകും? ഏത് രീതിയിലേക്ക് അത് പോകും? ഇപ്പോൾ നമുക്കിനി തിരിച്ച് ആദിത്യ എന്ന് പറയുന്ന പെൺകുട്ടിയിലേക്ക് വരാം. അത് ഇൻസ്റ്റയിൽ അതിന് ഒരു പേജ് ഉണ്ടായ, പാറു എന്ന മറ്റേ പേരിൽ ഒരു പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി അതിനകത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്റ്റീവായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു പയ്യനുമായിട്ട് പ്രണയമാവുന്നു. അതിനുശേഷം ആ പ്രണയം അവർ ബ്രേക്ക് ആവുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നോ എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അറിയുന്ന ഒരു സമൂഹം, ഒരു തലമുറ ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരുടെ റിലേഷൻഷിപ്പ് അവർ ബ്രേക്ക് ആയി, നോ ആയി. ഈ 2 മാസക്കാലത്തോളം ഈ പെൺകുട്ടിയുടെ വീഡിയോയുടെ പലതിൻ്റെയും ഇല്ലെങ്കിൽ പോസ്റ്റുകളുടെ അടിയിലൊക്കെ വന്നിട്ട്, നീ ഈ രീതിയിലേക്ക് പ്രണയം കളഞ്ഞതല്ലേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഉപേക്ഷിച്ചതല്ലേ, അങ്ങനത്തെ രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്കുകൾ ഈ പെൺകുട്ടിക്കെതിരെ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. പക്ഷെ നമുക്ക് ആ വാർത്തയുടെ ചെറിയ ഭാഗം ഇതിനകത്തേക്ക് വെക്കാം. ഇത് പെൺകുട്ടിയെ ഈ ഒരു അവസ്ഥയിലേക്ക് പോയത്, സ്വയം ജീവൻ ഇല്ലാതാക്കാൻ കാരണമായത് ഈ സൈബർ ബുള്ളിങ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നമുക്ക് വാർത്തയുടെ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം. ഡിഗ്രി പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പെൺകുട്ടി കൂടിയാണ് ആദിത്യ. നിരവധി വീഡിയോസുകൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഈ പെൺകുട്ടി പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ വീട്ടുകാരും അതേപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളും പറയുന്നതനുസരിച്ചാണെങ്കിൽ പെൺകുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയായ ഒരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പം കുറച്ചു നാൾക്ക് മുമ്പ് ഇത് അവസാനിച്ചിരുന്നു. ഇത് അവസാനിച്ചതിനെതിരെ ഈ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായെന്നാണ് സുഹൃത്തുക്കളും വീട്ടുകാരും പറയുന്നത്. ഇതിനെ തുടർന്ന് കേസെടുത്തിട്ടുണ്ട്. ഈ സൈബർ ആക്രമണത്തെ കുറിച്ച് വീട്ടുകാർ ഇതുവരേക്കും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പരാതി നൽകുന്ന പക്ഷം അതിനെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിയുമ്പോഴും ഇതിലും മരണകാരണം, അല്ലെങ്കിൽ മരണത്തിന് പ്രേരണയായത് ഈ പറയുന്ന സൈബർ ബുള്ളിങ് ആണോ എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി മരണശേഷം വരുന്ന പോസ്റ്റുകളുടെയും വാർത്തകളുടെയൊക്കെ അടിയിൽ വന്നു കൂടുന്ന കമന്റുകൾ, അത് സൈബർ ബുള്ളിങ്ങിന്റെ അപ്പുറത്തറ്റത്തുള്ളതാണ്. അതിനും അല്ലാത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന പയ്യന്റെ വീഡിയോകളുടെ പോസ്റ്റുകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ, നീ കാരണമാണ് ഇങ്ങനെ ഈ പെൺകൊച്ചിന് വന്നത്, നീയാണ് ഇതിന് കാരണക്കാരൻ, നീ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ആവും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വളരെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിവിടെ ചോദിക്കാനുള്ളൊരു കാര്യം, ഞാൻ തിരിച്ചു വരുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഈ സൈബർ ബുള്ളിങ് നടത്തുന്ന ആളുകൾക്ക്, ഈ പെൺകുട്ടി മരിക്കാൻ കാരണം മേ ബി സൈബർ ബുള്ളിങ് ആയിരിക്കാം, അല്ലാതിരിക്കാം, വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാതിരിക്കാം, അത് പോലീസ് കണ്ടെത്തട്ടെ. പക്ഷെ ഞാൻ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കമന്റ് ഇടുന്ന ആളുകൾക്കെല്ലാം, നിങ്ങൾക്കെല്ലാം തള്ളയില്ലയോ? നിനക്കൊക്കെ പെങ്ങന്മാരില്ലയോ? നിനക്കൊക്കെ മക്കളില്ലയോ? ഒരു ബോധം വേണം. നിന്റെയൊക്കെ വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത്, നിന്റെയൊക്കെ മക്കളുടെ അടുത്തോട്ട് വരുമ്പോൾ, നിന്റെയൊക്കെ സഹോദരിമാരുടെ അടുത്തോട്ട് വരുമ്പോൾ, നിന്റെയൊക്കെ കുടുംബത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളുടെ അടുത്തേക്ക് ഈ ഒരു വിഷയം വന്ന് കയറുന്നിടം വരെ നീയൊക്കെ ഈ കമന്റ് എടുത്തുള്ളൂ, ഈ മെസ്സേജ് അയക്കത്തുള്ളൂ. ഒരു ഇഞ്ചോമന മോള്, ഒരു അമ്മയ്ക്കും അച്ഛനും ഇല്ലാതായി.
അത് 18 വയസ്സ് മാത്രമേ പ്രായമുള്ളെങ്കിലും പ്രായത്തിൽ കവിഞ്ഞ പക്വത തോന്നുന്ന ഇത് എനിക്ക് അറിയാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ആ പെങ്കൊച്ചിന് ഈ പറയുന്ന സൈബർ ബുള്ളിംഗ് ഒക്കെ വന്നപ്പോൾ ഇതിന് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പോലും തരണം ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോസ്റ്റും കാര്യങ്ങളും ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. അതിന് ഈ ഒരു സൈബർ ബുള്ളിങ്ങോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തളർന്നു പോകുന്ന ഒരു കുഞ്ഞല്ല, അത് പിടിച്ചു നിൽക്കുന്ന ഒരു കുഞ്ഞാണ്. അതിന്റെ വീട്ടുകാരെ പോലും ഇന്ന് മാനസികമായി തളർത്തുന്ന രീതിയിലാണ് ഈ പറയുന്ന കമന്റുകാർ വരുന്നത്, കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ ഉണ്ടാക്കാൻ, എന്ത് തേങ്ങ ചിരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള കമന്റ് ഇടുന്നത്. നിനക്കൊക്കെ എന്തോ തേങ്ങ കിട്ടും? നഷ്ടം ഈ വീട്ടുകാർക്കാണ്. അത്രയും കാലം അവർ വളർത്തി വലുതാക്കി, അതിന്റെ മരണകാരണം പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല. ആ സമയത്ത് ഇങ്ങനെ വന്നിരുന്ന് കമന്റ് ഇടുമ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ഈ പറയുന്നുണ്ടായിരിക്കുന്നതാണ് ഇവൻ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നു, ഇവൻ ഈ കടന്ന് ഘോര സംസാരിക്കുന്നു. വിഷമം ഉണ്ടോ? വിഷമമുണ്ട്, ദണ്ണമുണ്ട്. എനിക്കും ഉണ്ട് ഒരു പെങ്ങള്, എനിക്കും ഉണ്ട് കുറെ സഹോദരിമാര് കുടുംബത്തില്. എന്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പെങ്ങന്മാരുണ്ട്. ഇതിന്റെയൊക്കെ കൂട്ടത്തിൽ വരുന്നൊരു പെങ്കൊച്ച ഇത്. അതിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, അതിന്റെ ഓരോ വീഡിയോസ് കാണുമ്പോ ജീവൻ തുളുമ്പി നിൽക്കുന്ന ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ഇന്ന് ജീവനോട് ഈ ലോകത്തില്ലെന്നറിയുമ്പോ ഒരുപാട് ദുഃഖത്തോടാ, ഒരുപാട് വിഷമത്തോടാ അതിന്റെ ഇടയിലെ കമന്റുകൾ കണ്ടിട്ട് ഞാൻ പ്രതികരിക്കുകയാണ്. പല കമന്റുകളും കണ്ടിട്ട് അത് ജീവനോട് ഇരുന്ന സമയത്ത് നീയൊക്കെ പോയി കമന്റുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ടാവാം. അത് കണ്ടിട്ടോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിഷയം കൊണ്ടായിരിക്കും കുഞ്ഞത് ചെയ്തത്. പക്ഷേ അത് മരിച്ചതിന് ശേഷവും അതിന്റെ മരണം ഉറപ്പായതിനു ശേഷവും അതിന്റെ ജീവൻ ഈ ലോകത്ത് നിന്ന് വീഴ പറഞ്ഞു പോയതിനു ശേഷവും അതിന്റെ വീഡിയോകളുടെ അടിയിൽ വന്നിട്ടിരുന്ന കമന്റുകൾ ഇടാൻ ഒരു കൂസലുമില്ലാതെ ഒരു തന്തയ്ക്കും പറക്കാത്ത സ്വഭാവം കാണിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളോട് ഏത് രീതിയിൽ ഞാൻ സംസാരിക്കണം? ഇതിനപ്പുറത്തേക്ക് ഒരു ഭാഷ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ എന്നോട് ക്ഷമിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ അച്ഛന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ആ കുഞ്ഞ് ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ബുദ്ധിമോശം ചെയ്ത് ഒരു സംശയമില്ല അതില്. ഒരു മക്കളും ഇങ്ങനെ ചെയ്യരുത്, ആരും ഇങ്ങനെ ചെയ്യരുത്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് മാത്രം നഷ്ടം. വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് മാതാപിതാക്കൾ നമ്മളെ മറക്കും, ഈ ലോകത്ത് നമ്മൾ ഇല്ലാതാവും. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഇന്ന് ആ മാതാപിതാക്കളോട് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, അവർ കരയുന്നുണ്ടെങ്കിൽ, അവർക്ക് നമുക്ക് സാന്ത്വനമായിട്ടൊരു വാക്ക് പറയാൻ പറ്റുന്നത് പൊന്നുമോള് പോയി കുഞ്ഞു സ്വർഗത്തിൽ സന്തോഷിക്കട്ടെ എന്നൊരു വാക്ക് പോലും പറയാൻ നിങ്ങൾ മടിക്കുമ്പോൾ, അതിനപ്പുറത്തേക്ക് നിങ്ങൾ വന്ന് മോശം കമ്മലിടുമ്പോൾ നിങ്ങളോട് എന്താ പറയണ്ടേ? ഏത് ഭാഷ ഉപയോഗിക്കണ്ടേ? ആ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് നമ്മൾ എത്തണം. നമ്മളെല്ലാം അച്ഛനും അമ്മയും ആവണം. ആ സമയത്ത് നമ്മുടെ മോളാതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ സ്വന്തം ചോരയിൽ പറഞ്ഞ പെങ്ങളാന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ചേട്ടന്റെയോ നിങ്ങളുടെ ചേച്ചിയുടെയോ നിങ്ങളുടെ കുടുംബത്തിലെയോ മോളാന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അത് പ്രണയിച്ചു. ആ പ്രണയം എന്താ ഈ പ്രായത്തിൽ ആർക്കും പ്രണയം ഉണ്ടാവുന്നതല്ലേ? പ്രണയങ്ങൾ പലതും ഉണ്ടാവും. മനുഷ്യന് ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുമ്പോൾ പ്രണയം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പ്രണയം തകരത്തില്ലേ? പ്രണയം തകർന്നു കഴിഞ്ഞാൽ അവൾ തേപ്പുകാരി, പ്രേമിച്ചു കഴിഞ്ഞാൽ അവൾ അധിക പ്രസംഗി. അത് ജീവനില്ലാതായി കഴിഞ്ഞാൽ താണ്ടെ കുറെ കമന്റും. ഇതിനൊക്കെ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത്? ഏത് രീതിയിലാണ് ഇവിടെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നേ? ഈ സമൂഹത്തിന്റെ അണ്ണാക്കിൽ കൈകുത്തി കയറ്റി വാടപ്പിച്ച് ജീവിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ മരിച്ചു കഴിയുമ്പോഴെങ്കിലും ഒരാൾക്ക് സമാധാനം കൊടുക്കണം. RIP നമ്മൾ പറയും, റെസ്റ്റ് ഇൻ പീസ്. ആ ഒരു സമാധാനം നിങ്ങൾ കൊടുക്ക് ദയവ് ചെയ്തിട്ട്. എനിക്ക് അതേ പറയാനുള്ളൂ. ആ കുഞ്ഞിന്റെ മരണകാരണം എന്തൊക്കെയാണെങ്കിലും പുറത്തേക്ക് വരട്ടെ. വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമന്റുകൾ കണ്ട് സഹിക്ക വയ്യാതാണ് ഞാൻ ഈ ഒരു മെസ്സേജ് ഇടുന്നത്. എനിക്കറിയാവുന്ന ആ പെൺകുച്ചിനെ നേരിട്ട് അറിയാവുന്ന പല ആളുകളും ഉണ്ട്, എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം അത് അത്രയ്ക്ക് പാവം ഒരു പെൺകുട്ടിയായിരുന്നു എന്ന്, അത് ഇങ്ങനെ ഒരു ചെയ്യേണ്ട സാഹചര്യം ഇല്ലായിരുന്നു എന്ന്. പക്ഷെ അതിങ്ങനെ മരിക്കുമ്പോൾ അതിന് ഈ സൈബർ ബുള്ളിങ്ങും കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഓരോരുത്തരും കാരണക്കാരാ. നമ്മളെന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന ഓരോരുത്തരും കാരണക്കാരാ. നിങ്ങളൊക്കെ വാവിട്ട് കരയേണ്ടി വരും. നിങ്ങളുടെയൊക്കെ കുടുംബത്തിലോ നിങ്ങളുടെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖമാണ്. ഒരു ഫോൺ എടുത്ത് കയ്യിലേക്ക് വെക്കുക, കീപാഡുണ്ട്, ടൈപ്പ് ചെയ്ത് മറ്റേത് മറിച്ചത് അതിന്റെ അപ്പുറത്ത് തേങ്ങ മാങ്ങാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു വിടാം. ഒരു പ്രശ്നവുമില്ല. പറയും അവള് ചെയ്തതിന്റെ കുഴപ്പമില്ലേ, അവൾ അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ ചെയ്തിട്ടല്ലേ. എന്റെ പൊന്നു മക്കളെ, 18 വയസ്സുള്ള പിള്ളേർക്ക് എന്ത് പക്വത ഉണ്ടാവാനാ? അവർക്ക് എന്ത് ബോധം ഉണ്ടാവാനാ? അതിനടിയിലേക്ക് വന്നിട്ട് അവരെ പിന്നെയും ക്രൂശിക്കുമ്പോ, കുറ്റപ്പെടുത്തുമ്പോ നമ്മൾ ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും മെസ്സേജ് ഇടുന്നത്, ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും കമന്റ് ഇടുന്നത്. പക്ഷേ ഫേക്ക് എന്ന് പറയുന്നത് അങ്ങ് മാറും. മനസാക്ഷിയുടെ ഉള്ളിൽ ആ ഫേക്ക് ഒന്നും ഇല്ല. മനസാക്ഷിയിൽ നമ്മളെല്ലാം നമ്മൾ തന്നെ, കമന്റ് ഇട്ടവർ തന്നെ. അവിടെ ഒരു ഫേക്കും ഇല്ല. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ മാത്രമേ ഫേക്ക് ഉണ്ടാക്കാൻ പറ്റൂ. നമ്മുടെയൊക്കെ മനസാക്ഷിയുടെ ഉള്ളിലും നമ്മുടെയൊക്കെ തന്ത നമ്മൾ ജനിപ്പിച്ചത് ഫേക്കായിട്ടല്ല. നമുക്ക് ഒരു തന്ത, ഒരാൾക്ക് ഒരു തന്തേ ഉള്ളൂ. അത് സയന്റിഫിക്കലി അങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള മനസാക്ഷി വെച്ചിട്ട് നിങ്ങൾ അച്ഛന്റെ മക്കളായിട്ട് നിന്ന് ചിന്തിച്ചു നോക്കണം, നിങ്ങളൊക്കെ ചെയ്തത് ശരിയാണോന്ന്. പറ്റുമെന്നുണ്ടെങ്കിൽ പോയി അതിന് വേണ്ടിയിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. ഈ പറയുന്ന കമന്റ് ഇട്ട അലവലാദികളെല്ലാം കൂടെ ചേർന്നിട്ട്, നെഗറ്റീവ് കമന്റ് ഇട്ടവരൊക്കെ ചേർന്നിട്ട്, കേട്ടോ. അത് മാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രണയം തകരുന്ന സമയത്ത് ഞാൻ ഇനി എനിക്ക് പൊതുവേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രണയം എല്ലാവർക്കും വരാൻ പോവാം. ഈ ലോകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രേമിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചിട്ടോ ഇല്ലെറ്റൊന്നും പ്രതീക്ഷയൊന്നും ആരും പ്രേമിക്കാൻ നിൽക്കരുത്. പ്രേമം വരും, അത് മുന്നിലേക്ക് പോകും. നിങ്ങൾക്ക് അത് ആപ്റ്റായി തോന്നുന്നു, നിങ്ങളുടെ കുടുംബം ഓക്കെ ആവുന്നു, നിങ്ങളുടെ ജോലിപരമായിട്ടെല്ലാം ശരിയാവുന്നു, എല്ലാം ഓക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുക. ആ ഒരു
കരാറിൽ മാത്രം 2 പേര് ആരൊക്കെയാണെങ്കിലും നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, മുന്നോട്ട് പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, ടോക്സിക് ആണെങ്കിൽ, വിഷകരമാണെങ്കിൽ കളയുക. ഓടി പുല്ലേ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോവുക. അതിനുള്ള ധൈര്യം കാണിക്കുക. അത് മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഉള്ള ധൈര്യവും എല്ലാവരും കാണിക്കുക. ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മളാരും ഉണ്ടാക്കിയിട്ട് കിട്ടിയതല്ല. ഞാൻ ഈ ഇപ്പൊ ഇട്ടിരിക്കുന്ന അൽത്വാഫ് എന്ന് പറയുന്നതിന്റെ പേര് പോലും ഞാനല്ല ഇട്ടത്. ഞാനൊരു ആണായി ജനിക്കണമെന്ന് ഞാനല്ല തീരുമാനിച്ചത്. എന്റെ കണ്ണെങ്ങനെ ഇരിക്കണം, എന്റെ മൂക്ക് എങ്ങനെ ഇരിക്കണം, എന്റെ പല്ല് എങ്ങനെ ഇരിക്കണം, എന്റെ മുടി ചുരുണ്ടതാവണോ നീണ്ടതാവണോ എന്ന് പോലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്കില്ലായിരുന്നു. ഒന്നും എനിക്കില്ല. ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നു. ദൈവത്തിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എന്റെ മാതാപിതാക്കൾ എനിക്ക് ആഹാരം തന്നു. ഞാൻ ഈ ഒരു ലെവലിലേക്ക് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ജീവൻ നമുക്ക് ഒന്നും ആർക്കും കളയാനായിട്ട് അവകാശമില്ല. നമ്മൾ ഒരിക്കലും ഒരു എടുത്തിയാട്ടത്തിന്റെ പേരിൽ നമ്മുടെ സ്വന്തം ജീവൻ കൊണ്ട് കളയരുത്. നിങ്ങൾ എന്റെ പൊന്നുമക്കളെ പ്രണയത്തിന്റെ പേരിലോ തൊഴിലിന്റെ പേരിലോ വിദ്യാഭ്യാസം ഈ അഡ്മിഷൻ കിട്ടാത്തതിന്റെ പേരിലൊക്കെ നിങ്ങളുടെ ജീവൻ കൊണ്ട് നിങ്ങൾ ത്യജിക്കാൻ പോകരുത്. അതുകൊണ്ട് കളയരുത്. നമുക്ക് മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് റോഡിലേക്ക് നോക്കുമ്പോൾ എത്ര പേര് കൈയും കാലും ഇല്ലാത്ത ഒരു ലോട്ടറി കച്ചവടം ചെയ്യുന്നുണ്ട്. കൈയും കാലും ഇല്ലാതൊരു തടിയുടെ പലക കൊണ്ട് റോഡിലിരുന്ന് എഴഞ്ഞെഴഞ്ഞ് പോയിട്ട് ജീവിക്കുന്നവരുണ്ടോ? അവരല്ലേ അന്നെങ്കിൽ അവരുടെ സ്വന്തം ജീവൻ കൊണ്ട് കളയേണ്ടത്. അവർ കളയുന്നില്ലല്ലോ. അവർ നമുക്ക് മാതൃകയാ. നിങ്ങൾ ഓരോ ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് പോകണം. അവിടെയുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരെല്ലാം മാതൃകയാ. ഒരിക്കലും നമ്മുടെ ഈ ജീവൻ നമുക്കായിട്ട് കളയാൻ ഒരിക്കലും അവകാശമില്ല. പൊന്നുമക്കളെ ഈ മാക്സിമം ഷെയർ ചെയ്യുക. കാര്യം ഒരുപാട് പേര് ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ പോകുന്നതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ആദ്യത്തേക്ക് ആത്മശാന്തി നേർന്നുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇസ്മി അൽത്വാഫ് സൈനിങ് ഔട്ട്.